ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് മടിയൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മോളെ റെഡിയാക്കാനും മോൾക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ ഉള്ള പണികളേ ഉള്ളൂ കേട്ടോ. കാരണം രാവിലെ ഞാൻ കറി വെക്കാൻ നിന്നപ്പോൾ രാത്രി തലേന്ന് വെള്ളത്തിലിടാനൊക്കെ മറന്നു. അത് കാരണം ഞാൻ അതിനൊന്നും നിന്നില്ല. അതിനുശേഷം ഓളെ കുളിപ്പിച്ച് റെഡിയാക്കി വെക്കും, കുറുക്കൊക്കെ കൊടുത്ത് ഓളെ പെട്ടിൽ കെടുത്തതിന് ശേഷം ഞാൻ കുളിക്കാൻ കയറിയത് കേട്ടോ. എൻ്റെ കുളിയും കാര്യങ്ങളും ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 11 മണി ആവാനായിട്ടുണ്ട്. 11 മണിക്കാണ് നമുക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പതിവിലും വിപരീതമായിട്ട് നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ചപ്പോൾ ഇന്ന് കിട്ടിയിട്ടോ. കാരണം സ്ഥിരമായിട്ട് മൂപ്പരാണ് എന്നെ കൊണ്ടുപോകാറ്. അപ്പോൾ കിട്ടാറില്ല ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് കിട്ടി. അപ്പോൾ മൂപ്പര് വേഗം വരാമെന്ന് പറഞ്ഞു. മൂപ്പര് അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മൂപ്പര് വേഗം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് വന്നു, ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ പോയി. ഇന്ന് നോമ്പ് തുറക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അറിയാലോ. അപ്പോൾ പിന്നെ ഇന്ന് വരുമ്പോൾ പാർസൽ വാങ്ങാമെന്നാട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് എത്തി. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോരുകയാണ്. അവളെ ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവളെ പപ്പ. വരുമ്പോൾ ഞാൻ പാർസൽ വാങ്ങിച്ചു. ഞാൻ ഷവായും ഇതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പക്ഷേ കടകളുണ്ടോ നോക്കണം. അപ്പോൾ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പലചരക്ക് കടയിൽ കയറണം. പക്ഷെ വരുമ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരൊറ്റ പലചരക്ക് കടയില്ല. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറി പാർസലൊക്കെ വാങ്ങിയപ്പോൾ ഏകദേശം കുറേ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല, നോമ്പ് തുറക്കാനായതുകൊണ്ടാണ് അറിയില്ല, ഒരു പലചരക്ക് കട കണ്ടു, പക്ഷെ അത് അടച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് പാല് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ 2 പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടു ഞാൻ മിൽമ ബൂത്ത് കണ്ടപ്പോൾ. പിന്നെ ഇന്ന് ഫ്രൂട്ട്സ് പറഞ്ഞാൽ ഇന്നലത്തെ ഫ്രൂട്ട്സൊക്കെ തട്ടിക്കൊട്ടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയതിൽ 2 കാരക്കയും വെച്ചു. അതിനുശേഷം പിന്നെ വാങ്ങിച്ചത് ഞാൻ അറേബ്യൻ റൈസ് ആയിരുന്നു. അറേബ്യൻ റൈസും ഷവായും. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ഒരു ട്രേയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ജ്യൂസും അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ടാബിളൊക്കെ ഒരുക്കി. ടാബിൾ ഇതാ നമ്മുടെ കട്ടൻ ചായ, അതുപോലെ മാംഗോ, പൈനാപ്പിൾ, അതുപോലെ അറേബ്യൻ റൈസ്, ഷവായ, പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് കുബൂസ്, മയോണൈസ്, സോസൊക്കെ അതും, പിന്നെ ഒരു 7up ഉള്ളത് കേട്ടോ. ജ്യൂസിന് ഷമാമുമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാൻ പറ്റി. കാരണം ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ രണ്ടാൾക്കും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാൻ പറ്റാറില്ല അധിക ദിവസങ്ങളിലും. കാരണം മോളുണ്ടാകുമ്പോൾ ഓള് ചിലപ്പോൾ നിലത്ത് കിടക്കില്ല. അപ്പോൾ ഞാൻ ഓളെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓളെ ഉറക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ തന്നെ ഓളെ ഉറങ്ങിക്കെടുക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്നാൽ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓളൊന്നും ഉണർന്ന് സീനാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇല്ല, ഓള വേഗം ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചോറൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറേബ്യൻ റൈസ് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എപ്പോഴും മന്തി റൈസല്ലേ കഴിക്കുന്നത്. അപ്പോൾ ആ പേര് കേട്ടപ്പോൾ ജസ്റ്റ് വാങ്ങിച്ച് നോക്കി. പക്ഷെ മന്തിനെ പോലെ ഭയങ്കര ഹാർഡൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഓളെ കുളിപ്പിച്ചു, ഓളെ റെഡിയാക്കി, ഓക്ക് കുറുക്കൊക്കെ കൊടുത്ത് ഓള് കിടക്കുകയാണ്. ഓളെ ഉറക്കാൻ വേണ്ടി കൊടുന്ന് കിടത്തിയതാട്ടോ. അപ്പോൾ ഓക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ വന്നു കഴിഞ്ഞാൽ ഓക്ക് ഭയങ്കര സന്തോഷമായി. ഓക്ക് കുറേ പറയാനുണ്ടാവും. ഉറക്കുന്ന നേരമായിട്ടും ആൾ ഇതേപോലെ ഒരേ കിടത്താണ്. കാരണം ഓള് കളിക്കുകയാണ്. ഓള് ഉറങ്ങാനുള്ള കൂട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിമക്ക് നിന്നില്ല. പിന്നെ ഞാൻ പോയി നിസ്കരിച്ച് ഓതി. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ലാഗായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എല്ലാം ലാഗാണ്, എല്ലാ കാര്യങ്ങളും ഇന്നും ലാഗാണ്. എന്താ വെച്ചാൽ ഒന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം രാവിലെ തന്നെ കറിയിൽ വെള്ളത്തിലിടാനുള്ളതൊക്കെ കറിക്കുള്ളതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ ഒക്കെ ഒരു അലമ്പായിരുന്നു. എന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണുന്നത് വരെ ബായ്.